തിരുവാതിരയൊക്കെ കഴിഞ്ഞിട്ടാട്ടോ ഈ ഒരു പുഴുക്ക് ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ തിരുവാതിര പുഴുക്ക് തിരുവാതിരക്ക് തന്നെ വെച്ചോളണമെന്നൊന്നുമില്ലല്ലോ, അത് കഴിഞ്ഞാലും നമുക്ക് വെക്കാമല്ലോ. ഓഫീസ് പോക്കും സ്കൂൾ പോക്കും ഒക്കെ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഇന്നത്തെ ദിവസം ഏതാണെന്ന് ഓർമ്മയില്ലാത്ത എനിക്കാണെങ്കിൽ തിരുവാതിര ഓർമ്മ ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ കൈ കിട്ടിയപ്പോൾ പിന്നെ പുഴുക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അമ്മ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചേമ്പും കാച്ചിലൊക്കെ ഉണ്ടായിരുന്നു, അതും പിന്നെ നേരത്തെ ചെറുപയറും മഞ്ഞപ്പൊടി ഉപ്പും ഒക്കെ ഇട്ടിട്ട് വേവിക്കാൻ വെച്ചു കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് വെള്ളവും ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്തിട്ട് നമുക്ക് ഇതും വേവിക്കാൻ വെക്കാം. ഈ രണ്ട് സാധനങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ചെറുപയർ പിന്നെ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചുകൊണ്ട് അതും എടുക്കാം. അപ്പം അച്ഛൻ എന്ത് ചെയ്തു, കുറച്ച് കപ്പ അവിടെ പോയി കടയിൽ പോയിട്ട് വാങ്ങിച്ചു കൊണ്ടുവന്നു. ഇത് വേവിക്കട്ടെ, ആ നേരം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാം. അപ്പം അരപ്പിനായിട്ട് തേങ്ങയും നല്ല കാന്താരി മുളകും ഉണ്ടായിരുന്നു. അപ്പോൾ പുഴുക്കിൽ കാന്താരി മുളകല്ലേ പ്രധാനം. അങ്ങനെ അതും കുറച്ച് വെളുത്തുള്ളി, ചെറിയുള്ളി, നല്ല ജീരകം, ഇതെല്ലാം കൂടെ കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പം നമുക്ക് ഈ പുഴുക്കിനൊക്കെ പണ്ടത്തെ ഒരു രുചി കിട്ടണമെങ്കിൽ ഈ കാന്താരി മുളകും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ടാൽ തന്നെയല്ലേ ടേസ്റ്റ് വരുള്ളൂ. അപ്പോഴത്തേക്ക് അപ്പോഴേക്കും നമ്മൾ ചെത്തി ഒക്കെ വൃത്തിയാക്കി പൊറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ടുക. ഇതിൻ്റെ വെള്ളം എങ്ങനെയാണ് ഊറ്റി കളയണം. അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ വെള്ളം വെക്കുന്നുണ്ട് കേട്ടോ ഇതിൽ. എന്നാലേ ഉള്ളൂ നമുക്ക് അതിൻ്റെ ഒരു കട്ട് കളയാന്ന് പറയും, അല്ലെങ്കിൽ മത്ത് പിടിക്കും. എല്ലാം നല്ല ഗ്യാസ് വരുന്ന സംഭവങ്ങളല്ലേ. അപ്പോൾ അതേ വെള്ളം ഒക്കെ ഊറ്റി കളയാൻ വേണ്ടി കപ്പയൊക്കെ നല്ല വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് വെള്ളം അങ്ങോട്ട് ഊറ്റി കളയാം. അപ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കാച്ചിലും ചേമ്പൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു കുറച്ചുകൂടെ വലിയ പാത്രത്തിലേക്ക് അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നല്ല പച്ചക്കായ ഉണ്ടെങ്കിൽ നല്ലതാട്ടോ, പക്ഷെ അതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഉള്ളത് വെച്ച് നമുക്കൊരു പുഴുക്കുണ്ടാക്കാം. അങ്ങനെ ഈ ഒരു ചേമ്പിലുള്ള വെള്ളം കളഞ്ഞിട്ടില്ല, കപ്പയിലെ വെള്ളം മാത്രമാണ് കളഞ്ഞത്. ഇനി അതിലേക്ക് നമ്മൾ അരച്ച അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് വെള്ളവും. അപ്പം ഈ ഒരു ജാറത്തെ അതിലത്തെ അരപ്പൊക്കെ കഴുകിയിട്ടുള്ള വെള്ളം മാത്രം മതി കേട്ടോ. എന്നിട്ട് അതിലേക്ക് പച്ച കറിവേപ്പില ഇടുക. ഇനി മെയിനായിട്ട് ഇടിച്ച് ഒക്കെ അങ്ങോട്ട് ഉടച്ചങ്ങോട്ട് എടുക്കുക. അപ്പം വെള്ളം പോരെങ്കിൽ കുറച്ചുകൂടെ വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഇടിച്ച് ചേർത്ത് ഉപ്പൊക്കെ പാകമാണെന്ന് നോക്കിയതിന് ശേഷം അങ്ങ് ചൂടാക്കാൻ വെക്കുക. അപ്പം തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് കടുക് പൊട്ടിക്കാം. അപ്പം നമ്മളെ ഒരു പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം അമ്മ ഉണ്ടായതുകൊണ്ട് അത് അമ്മ റെഡിയാക്കി തന്നു കേട്ടോ. ഉള്ളത് വെച്ച് നമ്മൾ പുഴുക്കാക്കി. നല്ല ടേസ്റ്റ് അല്ലേ പുഴുക്ക്. നല്ല വാഴയിലയിൽ ചൂട് പുഴുക്ക് അങ്ങോട്ട് ഇട്ടിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കട്ടൻ ചായയും കൂടി ഉണ്ടെങ്കിൽ ബെസ്റ്റാണ്. ഈ ഒരു പുഴുക്കിൻ്റെ കൂടെ കട്ടൻ ചായയാണോ മുളക് ചമ്മന്തി, അതും കാന്താരി മുളകിൻ്റെ ചമ്മന്തിയാണോ, അതോ മീൻകറിയാണോ, ഏതാണ് നല്ല കോമ്പിനേഷൻ? നിങ്ങൾക്ക് ഏതാണ് താല്പര്യം പുഴുക്കിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്? ഞങ്ങൾക്കിപ്പോൾ ഇവിടെ മീൻകറി ഉണ്ടായിരുന്നു. അപ്പം നല്ല പുഴുക്കും മീൻകറിയും കൂട്ടിയിട്ടാണ് കഴിച്ചത്. അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. അപ്പം നല്ലപോലെ അത് മിക്സ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി തിള വന്നു കഴിഞ്ഞിട്ട് നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ അതെല്ലാ ഭാഗത്തും തിള വരട്ടെ. അപ്പോൾ അതാ നമ്മളെ പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നല്ല വാഴയിലയിൽ ഇതങ്ങോട്ട് വിളമ്പുക, ഇനി അങ്ങോട്ട് കഴിക്കുക. അത്രേ വേണ്ടുള്ളൂ. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ബൈ.